മുഖ്യമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായി ഗീതാ ഗോപിനാഥിനെ നിയമിച്ചതിന്റെ വാർത്തകൾ പുറത്തുവന്നതിനെ തുടർന്ന് 5 ദിവസം മുൻപ് തന്നെ CPM കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തോട് വിശദാംശങ്ങൾ അറിയിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. CPM എന്നും എതിർക്കുന്ന സാമ്പത്തിക നയത്തിന്റെ വക്താവിനെ തന്നെ ഉപദേശകയായി നിയമിച്ചതിൽ കേന്ദ്ര നേതാക്കൾക്ക് അതൃപ്തിയുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ വിശദാംശങ്ങൾ അറിയാതെ പരസ്യമായി ഒരു പ്രതികരണത്തിനും ഇല്ലെന്നാണ് നേതാക്കളുടെ നിലപാട്. ഇതുവരെയും പരസ്യമായി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ കേന്ദ്ര നേതാക്കളാരും തയ്യാറായിട്ടുമില്ല. ഈ മാസം അവസാനം ചേരുന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഈ വിഷയവും ചർച്ച ചെയ്തേക്കും. ചരക്കു സേവന നികുതിയുമായി ബന്ധപ്പെട്ട ധനകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ഡൽഹിയിലെത്തിയ ധനകാര്യമന്ത്രി തോമസ് ഐസക്കും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തോടെ പ്രതികരിക്കാൻ തയ്യാറായില്ല. താൻ തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റില്ലെന്നും സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടില്ലെന്നും എല്ലാ നയപരമായ കാര്യങ്ങളിലും ഇടപെടില്ലെന്നും ഗീതാ ഗോപിനാഥ് ഹാർവാർഡിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടാൽ മാത്രം അതാത് വിഷയങ്ങളിൽ ഉപദേശം നൽകും. കേരളത്തിലെ വിവിധ വകുപ്പുകളെ ആഗോള വിജ്ഞാന കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടുത്തലാണ് പ്രധാന ലക്ഷ്യം. സർക്കാർ നയങ്ങളോ അതിന്മേലുള്ള തന്റെ നിലപാടുകളോ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഗീതാ ഗോപിനാഥ് പ്രസ്താവനയിൽ വിശദീകരിച്ചു. മീഡിയ 1 ഡൽഹി.